ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 6നെ കുറിച്ച് പറയാനാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് കോൺട്രവേഴ്സ്യൽ ആക്കേണ്ട കാര്യമില്ല. അത് ഓൾറെഡി കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള അഖിൽ മാരാർ സെഡ് ഇറ്റ്സ് എ ചീഞ്ഞ് പുഴുത്ത് നാറിയ ഒരു ഷോ ആണ്. അങ്ങനെ പറയാൻ കാര്യം ഓരോ ദിവസവും തറയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അണിയറ പ്രവർത്തകർ മൂലമായിരിക്കാം, അല്ലെങ്കിൽ അതിലകത്തെ കാൻഡിഡേറ്റ്സിൻ്റെ അല്ലെങ്കിൽ അതിലെ മത്സരാർത്ഥികളുടെ കുഴപ്പം കൊണ്ടാവാം, സംഘാടകരുടെ കുഴപ്പം കൊണ്ടാവാം. എന്തോ ആ ഒരു പ്രോഗ്രാം ഒരിക്കലും അടുക്കും ചിട്ടയോടുകൂടി പോകുന്ന, അല്ലെങ്കിൽ ശരിയാണ് ലാലേട്ടൻ പറഞ്ഞ പോലെ BB6 അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഷോ അല്ല. ഓക്കെ, ആയിക്കോട്ടെ, എല്ലാ ഷോയ്ക്കും അവരുടേതായ സെഗ്മെന്റും സെനാരിയോസും എല്ലാം ഉണ്ട്. പക്ഷേ ബിഗ് ബോസ് സീസൺ 6ൽ ഞാൻ കണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അഖിൽമാരാർ പറഞ്ഞതും പറയാൻ ശ്രമിക്കുന്നതും കൺവിൻസിങ്ങുമായിട്ടുള്ള ഒരു കാര്യമാണ്, കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് സീസൺ 6ന്റെ സുതാര്യമില്ലാത്ത അല്ലെങ്കിൽ സെലക്ഷനെ കുറിച്ച്. സുതാര്യതയല്ല അവരുടെ കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ മത്സരാർത്ഥികളെ അവർ തിരഞ്ഞെടുത്തത്, പാർട്ടിസിപ്പൻസിനെ തിരഞ്ഞെടുത്തത് ഒരിക്കലും സുതാര്യമല്ല. അതിന് പല മാൽ പ്രാക്ടീസസ് നടന്നിട്ടുണ്ട്. ഒരിക്കലും കഴിവിന്റെ മാനദണ്ഡത്തിൽ മാത്രമല്ല അതിനകത്ത് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. അതിൽ സ്ത്രീ വിഷയം വന്നു, സ്ത്രീകൾ ശരിയായ രീതിയിൽ അല്ല അതിനകത്ത് പ്രവേശിക്കുന്ന അദ്ദേഹം ആരോപിച്ചു. അതുപോലെ പൈസ മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അഖിൽമാരാരെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തി, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ എനിക്ക് ബിഗ് ബോസിന്റെ സംഘാടകരോട്, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ബിഗ് പ്ലാറ്റ്ഫോം സീസൺ 6ലെ ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എല്ലായ്പ്പോഴും ലാലേട്ടൻ ഓരോരുത്തരെ എവിക്റ്റഡ് ആക്കുന്നു, അല്ലെങ്കിൽ ബിഗ് ബോസ് എവിക്റ്റഡ് ആക്കുന്നു. കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ 10 ടോപ്പ് 10 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കൂടി 3 ആഴ്ച കൂടെ ബിഗ് ബോസ് സീസൺ 6 ഫിനാലയിലേക്കുള്ളൂ. ടോപ്പ് ടിക്കറ്റ് ടു ഫിനാലെ, അല്ലെങ്കിൽ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഇപ്പോൾ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മത്സരം എന്ന് നമുക്ക് തോന്നുന്നത്, ഒരു ഇൻഡിവിജ്വൽ പ്ലേ എന്ന് അതിനകത്ത് തോന്നുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തതാണ്, ഈ തിങ്കളാഴ്ച. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം 2 പേരെ ലാലേട്ടൻ എവിക്റ്റ് ചെയ്തു. അതിൽ ഒരാൾ അപ്സരയും ഒരാൾ അൻസിബയുമാണ്. അപ്പോൾ ലാലേട്ടൻ അപ്സരയുടെ ഞെട്ടൽ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതൊരു അഭിനയമല്ല. അവരൊരിക്കലും അത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഒരു ഷോക്കിൽ, ഒരു ഫ്രീസ് എഫക്റ്റിലായിരുന്നു അവരതിനകത്ത് നിന്ന് എവിക്റ്റഡ് ആയി പോയത്. അപ്സരയെക്കുറിച്ച് നമുക്കറിയാം, ഒരു സീരിയൽ നടിയാണ്, വർഷങ്ങളായിട്ട് സീരിയലിൽ അതിഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരാളാണ്, സിനിമകളിലുണ്ട്, നല്ലൊരു അഭിനേത്രിയാണ് എന്ന് നമുക്കറിയാം. അൻസിബ, ഓക്കെ, അവരും ദൃശ്യത്തിലെ ലാലേട്ടനെ കൂടെ വലിയ ഒരു നടിയൊന്നും അല്ലെങ്കിലും അവർ എങ്ങനെയോ അതിനകത്തൊക്കെ അഭിനയിക്കുന്നുണ്ട്. അവരുടെ പടങ്ങൾ കാണുമ്പോൾ നമുക്ക് അറിയാം വലിയ ആക്ടിംഗ് ഒന്നും ഇല്ലാതെ സിനിമയിൽ വന്നൊരു വ്യക്തിയാണെന്ന്. എനിവേ, നമ്മൾ അവരുടെ ആക്ടിങ്ങിനെ കുറിച്ച് പറയാൻ ആളല്ല, നമ്മളൊരു ആക്ട്രസ് അല്ല. എന്നിരുന്നാലും എനിക്ക് ചോദിക്കാനുള്ളത് എവിക്ഷൻ എന്ന പ്രക്രിയയെക്കുറിച്ചാണ്. എവിക്ഷന് ഓരോരുത്തരും ഷോക്ക്ഡ് ആയിട്ട് പുറത്തേക്ക് വരുമ്പോൾ, അപ്സരയെ പോലും നല്ല കഴിവുള്ളവരില്ല, അവരകത്തും പുറത്തും നല്ല ഗെയിമറാണ്. അതായത് പുറത്ത് ആൾക്കാരുടെ സമ്മതനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എഫക്റ്റ് ഉള്ള, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരാളാണ് അപ്സര എന്ന് പറയുന്നത്. അവരെ പുറത്താക്കിയപ്പോഴും എല്ലാവരെയും പുറത്താക്കുമ്പോഴും ബിഗ് ബോസ് ലാലേട്ടൻ പറയുന്ന ഒരു ആപ്തവാക്യമുണ്ട്: പ്രേക്ഷക പിന്തുണ മാനിച്ചുകൊണ്ടാണ് നിങ്ങളെ പുറത്താക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ പ്രേക്ഷക പിന്തുണ മാനിച്ചുകൊണ്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ നീതി പുലർത്തുന്നുണ്ടെങ്കിൽ, അത് സത്യമാണെന്നുണ്ടെങ്കിൽ, ആദ്യം പുറത്താകേണ്ട ആള് ജാസ്മിനാണ്. കാരണം ഇത് ഞാൻ പറയാൻ കാര്യം, ബിഗ് ബോസ് തുടങ്ങിയ ഫസ്റ്റ് വീക്ക്, അതായത് സീസൺ 6 തുടങ്ങിയ ഫസ്റ്റ് വീക്കും മിഡിൽ ഓഫ് ദ മന്ത്, അതിനുശേഷം ആ 100 ഡേയ്സിലെ ഒരു 50th ഡേയ്സ് ആയപ്പോൾ തന്നെയും പബ്ലിക് ഒപ്പീനിയൻ പല ചാനലിന് വേണ്ടി ഇറങ്ങിയ ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ബിഗ് ബോസ് സീസൺ 6നെ കുറിച്ച് തുറന്നാൽ ആദ്യം പ്രായഭേദമന്യേ ജോണർ, അതായത് പ്രായഭേദമന്യേ എന്ന് തന്നെ പറയാം, ആൺപെൺ വ്യത്യാസമില്ലാതെ ആൾക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട 2 പേർ ജാസ്മിനും ഗബ്രിയുമാണ്. ഗബ്രി എപ്പോഴാണ് പുറത്താകുന്നത്? എൻ്റെ 60ാമത്തെ 65ാമത്തെ ദിവസമാണ് ഗബ്രി പുറത്താകുന്നത്. എന്നാലും 60 ഡേയ്സ് നിൽക്കാനുള്ള ഒരു കാലിബർ അയാൾ കളിക്കുന്നുണ്ടായിരുന്നിരിക്കാം, അറിഞ്ഞുകൂടാ നമുക്ക്. ബിഗ് ബോസിനകത്ത് കളിക്കുന്നുണ്ടായിരുന്നിരിക്കാം. പക്ഷേ എവിക്ഷൻ ആകുന്ന എല്ലാ മത്സരാർത്ഥികളോടും ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് പറയുന്നത് പ്രേക്ഷക വിധിപ്രകാരമാണ്. അങ്ങനെ വിധി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് 100% ഷുവർട്ടിയോടുകൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജാസ്മിൻ പുറത്താകാത്തത്? അപ്പൊ നിങ്ങൾക്ക് പറയാം ജാസ്മിൻ അകത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന്. ശരി, അകത്ത് നന്നായിട്ട് കളിക്കുമ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട്? അപ്സര അകത്ത് നന്നായിട്ട് കളിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അപ്സരയുടെ ആരാധിക്കുകയൊന്നുമല്ല, ഞാൻ ബിഗ് ബോസ് സീസൺ 6ന്റെ ഭയങ്കര ആരാധിക്കുകയൊന്നുമല്ല. പക്ഷേ ഒരു കാൻഡിഡേറ്റ്സിനെ ആരാധിക്കാനുള്ള ഒരു കാലിബർ അതിനകത്തില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ജാസ്മിനെ, എനിക്ക് അപ്സരയെക്കാളും ഇഷ്ടമാണ് ജാസ്മിനെ. പക്ഷെ എന്നിരുന്നാൽ പോലും ജാസ്മിന് ജനസമ്മതി ഇല്ല. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും വോട്ട് ഫോർ ജാസ്മിൻ നോക്കിയാൽ 10% ആയിരിക്കും കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് 90-70 ഉള്ളപ്പോൾ, ജിൻഡോയ്ക്ക് ഉൾപ്പെടെ 70 ഉള്ളപ്പോൾ ജാസ്മിന് കിട്ടുന്ന എല്ലായ്പ്പോഴും ഒരു
10%, 5% ഒക്കെയാണ്. എന്നിട്ടും ജാസ്മിൻ എങ്ങനെ ബിഗ് ബോസിൽ തുടരുന്നു? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ ബിഗ് ബോസേ? ബിഗ് ബോസ് സീസൺ 6 ലാലേട്ട എനിക്ക് ചിലപ്പോൾ എന്താ കളിപ്പാവേ ആയിരിക്കാം, മേ ബി, എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് അതോറിറ്റീസ് കൈകാര്യം ചെയ്യാനുള്ള അവകാശം ലാലേട്ടൻ ഉണ്ടോ എന്ന്, പറയുന്നത് ചെയ്യുകയായിരിക്കാം. പക്ഷെ എന്നാലും ഒരു എത്തിക്സ് വേണ്ട, ഒരു എന്താ പറയുന്നത്, ആൾക്കാരെ ഒരു മരപ്പൊട്ടന്മാരാക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് ബിഗ് ബോസ് സീസൺ 6 മാറിക്കൊണ്ടിരിക്കുന്നു. എവിക്റ്റഡ് ആകുന്ന ആൾക്കാരെ കണ്ട് ജനം കണ്ണു തള്ളുന്നു. കാരണം അവർ ടോപ്പ് 5 വരെ അല്ലെങ്കിൽ ടോപ്പ് 3 വരെ നിൽക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളൊക്കെ പുട്ടുപോലെ ഇറങ്ങി പോകുന്നു. ഒരു കുണയും ഇല്ലാത്തവരൊക്കെ അതിനകത്ത് നിന്ന് ചലയ്ക്കുന്നു, കുരയ്ക്കുന്നു. എന്താണ് ബിഗ് ബോസ് ഈ കാണിക്കുക? അപ്പൊ അഖിൽമാരാർ പറഞ്ഞതിനോട് 100% ജനങ്ങൾക്ക് യോജിക്കേണ്ടി വരില്ലേ? അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന വാക്കുകളിലേക്കാണ് വരുന്നത്. കാരണം എനിക്ക് പേഴ്സണലി അറിയാം, ബിഗ് ബോസ് സീസൺ 6 കയറിയ പലരും ഉന്നതങ്ങളിൽ സ്വാധീനിച്ചിട്ട് കയറിയവരാണെന്ന്. ഒരിക്കലും അവർ കഴിവുള്ളവരാണ്, മേ ബി അവർക്ക് ടാലന്റ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവരെക്കാളും ടാലന്റ് ഉള്ളവരെ മറികടക്കാൻ അവർ ചെയ്തത് അവിടെയുള്ള ആൾക്കാരെ സ്വാധീനിച്ച് കയറിയ പലരെയും പേഴ്സണലി എനിക്കറിയാം. എനിക്ക് അവരുടെ പേരുകൾ പറയാൻ പറ്റില്ല. ഒരിക്കൽ ഞാൻ ബിഗ് ബോസിൽ അപ്ലൈ ചെയ്ത ഒരാളാണ്. പക്ഷെ ബിഗ് ബോസിൽ അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, നീ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ശരിക്കും നീ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു, അതെന്താ? കോമണേഴ്സിനെ എടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ വെറുതെ ആണോ? സ്വാധീനമുള്ളവർക്ക് മാത്രമേ അതിൽ കയറാൻ പറ്റൂ, അല്ലെങ്കിൽ ആരുടെ റെക്കമെൻഡേഷൻ വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ വിഷയം പുള്ളി എന്നോട് പറഞ്ഞില്ല കേട്ടോ. കൂടെ കിടക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന കാര്യമൊന്നും പുള്ളി എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞില്ല. പക്ഷെ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അതിനൊത്ത എന്തെങ്കിലും ഒരു സംഭവം, നമുക്കൊരാൾ അവിടെ പൈസയാണ് മെയിൻ എന്നാണ് ഞാൻ ഊഹിച്ചത്. പുള്ളി അതും വ്യക്തമാക്കിയില്ല. പക്ഷെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് അറിഞ്ഞപ്പോഴും എനിക്ക് വിശ്വാസമില്ലായിരുന്നു ബിഗ് ബോസ് സീസൺ 6. അതിന് മുമ്പത്തെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അഖിൽമാരാർ വന്ന് ഇങ്ങനൊരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ എനിക്ക് പൂർണ്ണമായും ഉറപ്പായി ബിഗ് ബോസിലേക്ക് നമ്മളിനി ഒരു ട്രാവലിംഗ് ഇല്ല. കാരണം നമ്മൾ എടുത്താലും ഇല്ലെങ്കിലും ഇനിയൊരു ആപ്ലിക്കേഷൻ നമ്മളായിട്ട് ഇനി ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാകുമോ നമുക്ക് അറിയില്ല. പക്ഷെ അയക്കില്ല എന്ന്. കാരണം അത്രയ്ക്ക് മ്ലേച്ഛകരമായിട്ടുള്ള സേഫ്റ്റിയുടെ അല്ലാത്ത ഒരു പ്രോഗ്രാമാണെന്ന് മനസ്സിലായി. പിന്നെ വെറുതെ പൊട്ടന്മാരെ പോയി കളിക്കുക, അത്രേ ഉള്ളൂ. അതിനകത്ത് ഇപ്പൊ തന്നെ അൻസിബ കുറെ കാര്യങ്ങൾ അതിനകത്ത് കിടന്ന് പറയുന്നു. എന്താണ് അൻസിബ ബിഗ് ബോസ് സീസൺ 6 കാണിച്ചു കൂട്ടിയത്? അൻസിബ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അൻസിബ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാനായിട്ട് തന്നെ അവിടെ നിന്നു. അങ്ങനെ ഞാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ബിഗ് ബോസ് അൻസിബ, താങ്കൾ അവിടെ എവിക്റ്റഡ് ആയ ഒരാളാണെങ്കിലും ചോദിക്കുകയാണ്, കാണുമായിരിക്കും, എന്തിനാണ് പിന്നെ അവിടെ നിലകൊണ്ടത്? ഇറങ്ങി പോന്നാ പോരായിരുന്നോ? തനിക്ക് താനായിട്ട് നിൽക്കാൻ തന്റെ വീടില്ലേ? തനിക്ക് താനായിട്ട് നിൽക്കാൻ തന്റെ പ്രൊഫഷനുണ്ട്. പിന്നെ എന്തിനാണ് ബിഗ് ബോസ് സീസൺ 6 മറ്റൊരു കാൻഡിഡേറ്റിന്റെ സ്ഥാനം കൂടെ കളഞ്ഞുകൊണ്ട് താൻ അവിടെ കുറ്റിയടിച്ച് നിന്ന് എന്തിനാന്ന് പറഞ്ഞാൽ കൊള്ളാം. താനായിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ വീട്ടിൽ നിന്നാൽ മതി. താൻ ബിഗ് ബോസ് സീസൺ 6 കളിക്കേണ്ട കാര്യമില്ല. സീസൺ 6 നമ്മൾ ഗെയിമർ ആയിരിക്കണം, പല പല വേഷങ്ങൾ എടുത്താണിക്കണം, അത് ചെയ്യണം, ആ സ്ട്രാറ്റജി ഫുൾഫിൽ ആക്കണം, ഇതെല്ലാം ചെയ്യണം, ആ ഉത്തരവാദിത്വം ഉണ്ട്. അതിപ്പോ ഏത് ഷോ ആയാലും അങ്ങനെ തന്നെയാണല്ലേ, ഓരോ സ്ട്രാറ്റജി അവർക്കുണ്ടാവും. നമ്മളായിട്ട് നിൽക്കാൻ അവർ പറയുവാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മൾ ഗെയിമേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തോ. അപ്പം അൻസിബ പറയുന്ന ഒരു ഫൂളിഷ്നെസ്സും ഒരു അരഗൻസും അല്ലേ. അപ്പൊ അത് വിട്. അൻസിബക്ക് ഒരു ക്വാളിറ്റിയും ഇല്ല. ഈ 78 ദിവസം അല്ലെങ്കിൽ 79 ദിവസം വരെയും സീസൺ 6 നിൽക്കാനുള്ള, അല്ലെങ്കിൽ ബിഗ് ബോസ് സീസണിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു കാൻഡിഡേറ്റ്. അവരെയൊക്കെ എന്തിനാണ് 70 ദിവസം പൊക്കിക്കൊണ്ട് നടന്നതെന്നും ബിഗ് ബോസിനെ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അഖിൽമാരർ പറഞ്ഞതിനോട് ഇപ്പൊ സത്യം പൂർണ്ണമായി ഞാൻ യോജിക്കുന്നു. ശരിക്കും സ്വാധീനമുള്ള ആൾക്കാർക്കും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാൾക്കാർക്കും അങ്ങനെയുള്ള ഊളകൾക്കും മാത്രം പറ്റിയ ഒരു എന്താ പറയാ, പിന്നെ അതിനകത്ത് എക്സെപ്ഷണൽസ് ഇല്ലാന്ന് ഞാൻ പറയത്തില്ല കേട്ടോ, ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് എന്താ പറയുന്നത് ബിഗ് ബോസ് സീസൺ 6 എന്ന് ഞാൻ പറയുന്നു, ഞാൻ ആരോപിക്കുന്നു. കാരണം ഇനി വേറൊന്നും കൊണ്ടല്ല, ഇപ്പൊ തന്നെ കോമണറായിട്ട് എടുത്ത റസ്മിൻ, ഗബ്രി, ജാസ്മിൻ, ഈ 3 കോംബോ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഗബ്രിയോ ജാസ്മിനോ റസ്മിനോ ഒരുപക്ഷെ നല്ല ഗെയിമേഴ്സ് ആയിരിക്കും. ദേ ആർ ടാലന്റഡ് ബിക്കോസ് ഓൺ ദെയർ സോഷ്യൽ മീഡിയ. നമുക്കറിയാം, ജാസ്മിനെ സ്പെഷ്യലി അറിയാം, അവർ നല്ല ടാലന്റഡ് ലേഡിയാണ്. പക്ഷേ അവർ ഈ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴത്തേക്ക്, ഈ കൂട്ടുകെട്ട് സെനാരിയോയിൽ വന്ന് അവർ തകർന്നടിഞ്ഞു. അപ്പോ ആ ഒരു റീസൺ പറഞ്ഞിട്ട് പിന്നെ ജനസമ്മതിയുമില്ല. ഈ 2 റീസൺസ് കൊണ്ട് ഒരു 30-ാമത്തെയോ 40-ാമത്തെയോ ദിവസം എവിക്റ്റഡ് ആയി പോകേണ്ടതാണ് ഇവർ 3 പേരും. എന്നിട്ടും എന്തിനാണ് ബിഗ് ബോസ് അവരെ കുത്തി നിറച്ചതിനകത്ത് ഇട്ടിരുന്നെന്ന് ഇപ്പോഴും അറിയില്ല. അതിന്റെ വാലായിട്ട് ഇപ്പോഴും ജാസ്മിൻ ഉണ്ട് അവിടെ. അവരെ ഇനി എന്ന് പുറത്താക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴും പറയും, പൊതുജനഹിതം മാനിച്ചു നിങ്ങളെ പുറത്താക്കുന്നു എന്ന്. നാണമില്ലല്ലോ ബിഗ് ബോസ്? എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റി ജീവിക്കുന്നത്? കഷ്ടം. ബൈ ബൈ.